ഹായ് ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ. കാരണം നമ്പർ വൺ ക്വാളിറ്റിയാണ് ടാറ്റ കമ്പനിക്കാര് ഈ ഒരു ബ്രാൻഡിന് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള തേയിലകളൊക്കെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ 100% നമുക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇതിന്റെ പ്രത്യേകതയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ടാറ്റയുടെ ബ്രാൻഡ് ഉപയോഗിച്ചാണ് ഞാൻ ഒരുപാടധികം എനിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിച്ചത്. കാരണം ഞാൻ ഹോട്ടൽ ബ്ലെൻഡിലൂടെ നല്ല രീതിയിൽ മികച്ച വരുമാനം ഒരു 35 കിലോ എടുത്ത് 2450 രൂപയൊക്കെ എനിക്ക് നേടാനായിട്ട് സാധിച്ചത് ഈ ഇരിക്കുന്നതാണ് ആ ഒരു മുതല് എന്ന് പറയുന്നത്. കാരണം ഇവനാണ് ആ ഒരു ബ്രാൻഡ് നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ആക്കി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. യാതൊരുവിധ കംപ്ലൈന്റ് കാര്യങ്ങളും ഒന്നും വരാതെ നല്ല മികച്ച ക്വാളിറ്റി നിലനിർത്തി തന്നെ എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ച ഒരു ബ്രാൻഡാണ് മലക്കിപ്പാറ എന്നാണ് ടാറ്റ കമ്പനിക്കാരുടെ ഈ ഒരു തേയിലയുടെ പേര്. മലക്കിപ്പാറ എന്നാണ്. സുപ്രീം CTC ബ്ലാക്ക് ടീ ആണ്. അപ്പൊ ഇതിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കണ്ടുകൊടുക്കുന്നത്. വെള്ള ബോക്സിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ള ബോക്സ് കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താണ് അല്ലെ? മറ്റുള്ള ബോക്സുകളെക്കാളും അപേക്ഷിച്ച് ഈ പറഞ്ഞ വൈറ്റ് ബോക്സിന് നമ്മൾ കണ്ണൻദേവന്റെ വാഗവരനെ കുറിച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെ വെള്ള കളറിലൊരു ബോക്സ് ആയിരുന്നു അല്ലെ? നല്ല ക്വാളിറ്റി കിട്ടുന്ന, നല്ല വിലയും കൂടുതലാണ് വാഗവരയ്ക്ക്. ടാറ്റയിനേക്കാളും കുറച്ചും കൂടെ വില കൂടുതലാണ് കണ്ണൻദേവൻ ബ്രാൻഡുകൾ വരുന്നത്. എന്നാൽ ടാറ്റ കമ്പനിക്കാരുടെ ഒരു രക്ഷയില്ല, അത്രയ്ക്കും ക്വാളിറ്റി കിട്ടുന്ന അടിപൊളി ബ്രാൻഡ് എന്ന് വേണം പറയാനായിട്ട്. മലക്കിപ്പാറ എന്നുള്ളതാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും അറിഞ്ഞു വെച്ചോ. നിങ്ങൾക്കൊരു ഡീലറിനെ ഒക്കെ സമീപിച്ച് നിങ്ങൾക്ക് തേയില എടുക്കുവാണെങ്കിൽ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഡീലറിനെ സമീപിച്ചുകൊണ്ട് തേയില എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഈ ഒരു പേര് നിങ്ങൾ മറന്നു പോകാതെ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക, മലക്കിപ്പാറയുടെ തേയില ഉണ്ടോ എന്നുള്ള. ഈ ഒരു ബ്രാൻഡിന്റെ ഗ്രേഡ് വരുന്നത് SRD ഗ്രേഡ് ആണ്. മലക്കിപ്പാറയുടെ ഈ ഒരു ബ്രാൻഡ് SRD ഗ്രേഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ RD ഗ്രേഡ് തേയില ഉപയോഗിച്ചിട്ടാണ് ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയത്. അന്ന് മയൂരയും വാം ടീയും അതോടൊപ്പം തന്നെ 38 കിലോയുടെ RD ഗ്രേഡ് വരുന്ന ഈ മലക്കിപ്പാറ തന്നെയാണ് അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിന് ഹോട്ടൽ ബ്ലെൻഡ് 2 പ്രാവശ്യം ഞാൻ ഹോട്ടൽ ബ്ലെൻഡ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കടകളിൽ സപ്ലൈ ചെയ്ത് നോക്കി. കൊടുത്തിട്ട് ഒരു കംപ്ലൈന്റ് ഇല്ല. 2450 രൂപയാണ് 35 കിലോ ചാക്ക് കൊടുത്തപ്പോൾ എനിക്ക് അതിനകത്ത് ലാഭമായിട്ട് കിട്ടിയത്. നമ്മുടെ മുതല് കഴിഞ്ഞിട്ട് എനിക്ക് ലാഭം കിട്ടിയതാണ് 2450 രൂപ. നമ്മൾ പല പല ബ്രാൻഡുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ സപ്ലൈ ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരാളൊരു ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ല, അവർക്ക് ഒരു 5 കിലോ കൊടുത്തു നോക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, ക്വാളിറ്റി എങ്ങനെയുണ്ട്, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടോ ഞാൻ തന്നെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ക്വാളിറ്റി നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു 5 കിലോ എടുത്തിട്ട് മറ്റൊരാളുടെ അഭിപ്രായം, ഇപ്പൊ നമ്മള് ചിലപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യും, നമ്മുടെ ആ ഒരു രുചി നമുക്ക് ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലെ? ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ ഓർക്കും, ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ലെന്ന് ഓർക്കും. അങ്ങനെ വിചാരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഒരു 5 കിലോ എടുത്തിട്ട് നമ്മൾ സാധാരണ തേയില സപ്ലൈ ചെയ്യുന്ന ആർക്കെങ്കിലും, ഇപ്പൊ നിങ്ങൾ 1 കിലോക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ 1 കിലോ എടുത്ത് നിങ്ങൾ അവരോട് പറയാ, ഇത് വേറൊരു ബ്രാൻഡാണ്, ഈ ഒരു ബ്രാൻഡ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇതിന്റെ അഭിപ്രായം പറയണേന്ന് പറയണം. അപ്പൊ അവര് ക്വാളിറ്റി ഉപയോഗിച്ചിട്ട് അവർക്ക് അവര് പറയുന്ന അഭിപ്രായം ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം. അപ്പൊ നിങ്ങളുടെ വെറുതെ ചുമ്മാ നിങ്ങളോട് നിങ്ങൾ ഈ ഒരു ബിസിനസ് കൊണ്ട് നന്നാവണമെന്ന് കണ്ടിട്ട് കണ്ണുകടിയുള്ള ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ തേയില കൊടുത്തിട്ട് നിങ്ങൾ ചോദിക്കണം, എന്താണെന്ന് അറിയാമോ, ഈ ഒരു ബ്രാൻഡ് ഈ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അവർ കറക്റ്റ് ആയിട്ടുള്ള റീസൺ പറഞ്ഞു തരും. നല്ല ക്വാളിറ്റി ആണോ അതോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഇതിന്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടാറ്റ കമ്പനിക്കാരുടെ വേറൊരു ബ്രാൻഡിനെ കുറിച്ചിട്ട്. ഉരുളിക്കൽ എന്നാണ് ആ ഒരു ബ്രാൻഡിന്റെ പേര് വരുന്നത്. ആ ഒരു ബ്രാൻഡിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടു നോക്കേണ്ടതാണ്. കാരണം ഇവരുടെ സിൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം, ഇവരുടെ സിൻസ് കാര്യങ്ങൾ വന്ന് 1916 1916 ടാറ്റക്കാരുടെ ഈ ഒരു സിൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാ. ലൂസ് തേയില ബിസിനസിനകത്ത് ഒരുപാട് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ഒരു കമന്റ് എന്ന് അറിയാമോ, ഇത്രയും ലാഭം ഉണ്ടെങ്കിൽ ആരും പറയില്ലെന്ന്. ലൂസ് തേയില ബിസിനസ്സിലൂടെ ലാഭം കിട്ടുവാണെങ്കിൽ ഒരാളും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള ഒരു കമന്റ് ആണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു ആ ഒരു കമന്റ്. കാരണം എന്താ പറയുമ്പോ ആരും പറഞ്ഞു കൊടുക്കുകയില്ല. അത് കൊടുക്കാത്തത് കൊണ്ടാണ് തേയില ബിസിനസ്സിനകത്ത് എത്രത്തോളം ലാഭം കിട്ടുന്നുണ്ടെന്നുള്ളത് മറ്റൊരാള് പറഞ്ഞു കൊടുക്കില്ല. എല്ലാം അവനവന് നന്നാവണം, അവനവനെ ഉണ്ടാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ കൺമുന്നിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡ് കാര്യങ്ങളും ഹോട്ടൽ ബ്ലെൻഡിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ വിശദീകരിച്ച് തരുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾ ഓടിപ്പോയിട്ട് മറ്റൊരാളുടെ ബ്ലെൻഡ് തേയില എടുത്തുകൊണ്ട് പോയി ഒരു ബിസിനസ് നടത്താൻ വെച്ചിരിക്കേണ്ടത്. നിങ്ങൾ നല്ല രീതിയിൽ ഇതിൽ ഉയർച്ചകൾ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ
ഇതുപോലുള്ള ബ്രാൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ ഒരു ബ്രാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ നന്നായിട്ട് വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലത്തെ ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് 1 കിലോ 1/2 കിലോ പാക്കറ്റുകളായിട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡീലറിനെ സമീപിച്ച് ഡീലറിന്റെ കയ്യിൽ നിന്ന് ഒരു തേയില ഫുൾ ആയിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടെ കച്ചവടം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉയർന്നു വരുമ്പോൾ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് വാംടിയുടെ ഒക്കെ തേയില ഇതിന്റെ കൂടെ ചേർക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ വാംടിയുടെ തേയില നിങ്ങൾക്ക് ചേർക്കുമ്പോൾ അത് ചേർക്കാതെ ഇത് മാത്രമായിട്ട് കൊടുത്താലും നിങ്ങൾക്ക് വരുമാനം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ആ ഒരു പ്രോഫിറ്റിനേക്കാളും കുറച്ച് അധികം അല്ലെ, 1 കിലോയിൽ നിങ്ങൾക്ക് ഒരു 40 കിട്ടേണ്ട പാട്ടിൽ നിങ്ങൾ ഇത്തിരി കൂടെ കഷ്ടപ്പെട്ട് കുറച്ചും കൂടെ നിങ്ങൾ ഒന്ന് എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ 40 70 രൂപ 1 കിലോയിൽ മേലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. 190 തേയില വാംടി ഇട്ട് ചേർക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു 190 എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വില. നിങ്ങൾ എടുത്തിരിക്കുന്ന 190, എനിക്കൊരു 240 കിട്ടണമെങ്കിൽ അപ്പൊ പോയിട്ട് എനിക്ക് 50 രൂപ എനിക്ക് 1 കിലോയിൽ കിട്ടുമല്ലോ എന്ന് ഓർത്തിരിക്കും. പക്ഷെ നിങ്ങൾ വാംടിയും കൂടെ ചേർത്ത് അത് കുറച്ച് മയൂരയും കൂടെ ഒക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും അതിനൊരു 160 രൂപ 170 രൂപ ആ ഒരു റേഞ്ചിലേക്ക് അല്ലെ. അപ്പൊ 190 എന്നുള്ളതിനകത്ത് പിന്നെയും താഴത്തേക്ക് പോവുക ചെയ്യണത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വില 1 കിലോയിൽ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിനകത്ത് വളരെയധികം വ്യത്യാസം വരുവാണ് ചെയ്യണത്. അപ്പൊ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ടാറ്റ കമ്പനിക്കാരുടെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് മലക്കിപ്പാറ എന്നാണ് ഈ ഒരു ബ്രാൻഡ്. ഗ്രേഡ് നോക്കിയെടുക്കുക. ഡീലറെ സമീപിക്കുമ്പോൾ അവരൊരു ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് കയ്യിലേക്ക് വെച്ച് തരും. അപ്പൊ അവര് തരുമ്പോൾ നിങ്ങളാണ് നോക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ഗ്രേഡ്. ഞാൻ ഈ ഒരു ഗ്രേഡ് എടുത്തതെന്ന് ഇതിപ്പോ തീർന്ന് ഇത് ഈ ഒരു ഗ്രേഡ് SRD ഗ്രേഡ്, ഞാൻ അന്ന് RD ഗ്രേഡ് എടുത്തായിരുന്നു, SRD ഗ്രേഡ് എടുത്തായിരുന്നു. മലക്കിപ്പാറ നമ്മൾ മുമ്പ് എടുത്തിട്ടില്ല. പക്ഷെ എടുത്ത് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇതിന്റെ ക്വാളിറ്റി എനിക്ക് അറിയാൻ പറ്റിയത്. കാരണം ഞാൻ മുമ്പ് എടുത്തുകൊണ്ടിരുന്നത് ഉരുളിക്കലിന്റെ ബ്രാൻഡാണ്, ടാറ്റ കമ്പനിക്കാരുടെ ഉരുളിക്കലിന്റെ ബ്രാൻഡാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ബ്രാൻഡ് കംപ്ലൈന്റ് ഒന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം എനിക്ക് ഉരുളിക്കൽ ഞാൻ ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും ഉരുളിക്കൽ കിട്ടിയില്ല. അങ്ങനെ എടുത്ത ഒരു ബ്രാൻഡാണ് ടാറ്റയുടെ ഈ ഒരു ബ്രാൻഡ് മലക്കിപ്പാറ. പക്ഷെ മലക്കിപ്പാറ എടുത്തപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഉരുളിക്കലിനേക്കാളും ക്വാളിറ്റി കിട്ടുന്നുണ്ടല്ലോ ഇതിന്. നല്ല ഡാർക്കാണ് ഇതിന്റെ തേയില വരുന്നത്. തേയിലയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല ഡാർക്കാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇവരുടെ FSSAI ലൈസൻസ് കാര്യങ്ങൾ നമ്പർ എല്ലാം വിശദീകരിച്ച് കമ്പനിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേഡ് കാര്യങ്ങൾ SRD ആണ്, ഇതിന്റെ SFD കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് RD ആണ് വേണ്ടെങ്കിൽ RD ഗ്രേഡ് കിട്ടും. അപ്പൊ ഏത് ഗ്രേഡ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡീലറിന്റെ അടുത്ത് പറയുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പൊ നിങ്ങൾ വാംടിയുടെ ഒക്കെ SFD ആണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇത് SRD ആണ് എടുത്തിരിക്കണമെങ്കിൽ മയൂരൊക്കെ നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ RD ഗ്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ എടുക്കുന്നത് ഇപ്പൊ ഇത് ടോപ്പായിട്ട് നിൽക്കുന്ന തേയില തന്നെയാണ്, ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ചെയ്തിരുന്ന ആ ഒരു ഉരുളിക്കലിന്റെ ബ്രാൻഡും കൂടെ ഞാൻ ഇതിന്റെ കൂടെ കാണിക്കാം. ഉരുളിക്കൽ മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവരുടെയും അഡ്രസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വരുമ്പോ ഇതിന്റെ ഗ്രേഡ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. SFD ആണ് ഈ ഒരു ഗ്രേഡ് വരുന്നത്. ഇതിനകത്ത് താഴെ തന്നെ SFD ഗ്രേഡ് കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉരുളിക്കലിന്റെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡ് തന്നെയാണ് ഉരുളിക്കലിന്റെ ഈ ഒരു ബ്രാൻഡും വരുന്നത്. ഇതോടൊപ്പം തന്നെ ക്വാളിറ്റി കിട്ടുന്ന നല്ലൊരു ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എടുത്ത് ഹോട്ടൽ ബ്ലെൻഡിലൂടെ നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് ഇനി ഇത് നിങ്ങളുടെ ഏരിയയിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരോട് നിങ്ങൾ ആ ഒരു കടയിൽ നിങ്ങൾ ചെന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന ഒരു ബ്രാൻഡിന്റെ തേയില ആവശ്യമുണ്ട്, ഞാൻ ഓർഡർ തരാം, എനിക്ക് എടുത്തു തരാമോ എന്ന് ചോദിക്കുക. അപ്പൊ അവര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുത്തു തരും. ഇനി അവിടെ ഇല്ല എന്നും പറഞ്ഞ് അവര് തരുന്ന ഒരു ബ്രാൻഡ് വാങ്ങിക്കൊണ്ട് പോരുന്നതിനേക്കാളും നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ബ്രാൻഡ് ആവശ്യമുണ്ട്, മലക്കിപ്പാറയുടെ ഈ ഒരു ബ്രാൻഡ് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുക. അപ്പൊ അത് എടുത്തിട്ട് അതിന് ഓർഡർ കൊടുക്കുക. ചിലപ്പോ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഡിലേ വരുമായിരിക്കും അല്ലെ, ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഈ ഒരു ബോക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാലും അവർ എടുത്ത് തരുവാണെങ്കിൽ നിങ്ങളുടെ ആ ഏരിയയിൽ നിന്ന് ആ ഒരു ഫുൾ ബോക്സ് ചിലപ്പോൾ 5 രൂപ അവർ കൂടുതൽ മേടിക്കും. നിങ്ങൾ ഓർഡർ കൊടുത്ത് എടുപ്പിക്കുകയാണെങ്കിൽ 5 രൂപ അവർ നിങ്ങളോട് കൂടുതൽ മേടിക്കും. എന്നാലും കുഴപ്പമില്ല, കാരണം വെച്ചാൽ വില കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു 160 170 രൂപ റേഞ്ചിൽ വന്ന് നിൽക്കുന്ന ഒരു തേയിലയാണ് ഈ ഒരു ടാറ്റയുടെ തേയില എന്ന് പറയുന്നത്. പല പല ഗ്രേഡുകളിൽ നമുക്ക് ഈ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും, ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, ഹോട്ടൽ ബ്ലെൻഡിലേക്ക് കടക്കുന്നവരും അതോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളും വീട്ടമ്മമാർക്കും എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ടാറ്റ കമ്പനിക്കാരുടെ. നിങ്ങൾ ഇനി ഒട്ടും വൈകണ്ട, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണെങ്കിൽ ഈ ഒരു പേരും നിങ്ങൾ മറക്കണ്ട. ഇനി ഇവരുടെ തന്നെ ഗ്ലെൻലോർണയുടെ ഒരു ബ്രാൻഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ടാറ്റ കമ്പനിക്കാർ ഒരുപാട് ബ്രാൻഡുകൾ ഇറക്കിയിട്ടുണ്ട്.
പല ആളുകൾക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഈ ബ്രാൻഡുകളൊക്കെ അറിയാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കും. ഏത് ബ്രാൻഡ് എടുത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ടെൻഷൻ. പക്ഷെ ഈ ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് താമസം വരുന്നത്. അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾക്ക് നല്ല പടപടാന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും. ബൈ.